ഭയങ്കര സ്വപ്നം തന്നെ. എടാ നമ്മൾ ഈ വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫലിക്കില്ലോ? മറ്റുള്ളവരോട് പറഞ്ഞാൽ ഇത് ഫലിക്കൂല, പറയാതിരുന്ന അത് ഫലിക്കും. എന്നാലും ഞാൻ പറയട്ടെ. വേണ്ട, അത് ഫലിക്കൂല. നീ നിന്റെ മനസ്സിൽ വെച്ചിരുന്നാ മതി. അല്ലെ ഞാൻ പറയണേ, എടാ എനിക്ക് നിന്റെ അടുത്ത് വല്ലതും മറച്ചു വെക്കേണ്ട കാര്യമുണ്ടോ? പറയണ്ട, പറഞ്ഞത് ഫലിക്കൂല. എന്താണ് നിന്റെ മനസ്സിരിക്കട്ട്? അല്ലാതെ ഞാൻ പറയാതെ ഇത് കേട്ടാട്ടല്ലോ നീ കൊതിക്കും. നല്ല കിണ്ണം കാച്ചി സ്വപ്നം. എന്താന്ന് വെച്ചാ പറയാ. പറയട്ടെ. എന്താളിയാ ഈ മാസം നമുക്ക് 2 പരിപാടി ബുക്ക് ചെയ്യണം. അറിഞ്ഞ് ഞാൻ കയറ്റി തരിഞ്ഞേ. എന്റെ അടുത്ത് ആരാ എന്റെ അടുത്ത് പറയാൻ പറഞ്ഞ? സ്വപ്നം പുറത്തു പറഞ്ഞാൽ ഫലിക്കുവോ? ആ 2 പരിപാടി ക്യാൻസൽ ആയില്ലേ? നഷ്ടപരിഹാരം കൊടുക്കണം നമ്മുടെ മുതലാളിക്ക്. ദൈവമേ, അടുത്ത 2 പരിപാടിയുടെ കാശ് തീർന്നു. എന്താണെങ്കിലും ശരി തന്നെ. അടുത്ത മാസം ഞാൻ ഒരു പരിപാടി പിടിച്ചിട്ടുണ്ട്. എവിടെ? സ്വന്തം നാട്ടില്. പിന്നെ 3 ലക്ഷം രൂപ. 3 ലക്ഷം രൂപ കമ്മറ്റിക്കാര് പറഞ്ഞു 3 ലക്ഷം രൂപയ്ക്ക് ഒരു പരിപാടി തരുന്നുണ്ട്, ചെയ്തോളാം. അപ്പൊ നമ്മളില്ലായിരിക്കും. എന്തോ പരിപാടി? പിന്നെ മെയിൻ ആർട്ടിസ്റ്റുകൾ വേണമെന്നാ പറഞ്ഞത്. അതായത് ബിജുക്കുട്ടൻ ചേട്ടൻ. മെയിനായിട്ട് ബിജുക്കുട്ടൻ ചേട്ടൻ വേണം. എത്ര കൊടുക്കേണ്ടി വരും പുള്ളിക്ക്? ബിജുക്കുട്ടൻ ചേട്ടൻ 5 പൈസ കൊടുക്കണ്ട. പൈസ കൊടുക്കാതെ പുള്ളി ചുമ്മാ ഒന്ന് ചെയ്തിട്ട് പോകും. അല്ലടാ, പിന്നെ പുള്ളി വരാൻ നേരത്തെ പുള്ളി വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മുടെ സ്റ്റേജിലേക്ക് വന്ന ആ സംഭവമില്ലേ, അത് നല്ല ക്ലിയർ ആയിട്ട് സ്ലോ മോഷനിൽ ഒരു വീഡിയോ എടുത്ത് റീലിടാൻ കൊടുത്താ പാപ്പിയാ പുള്ളിക്ക് 5 പൈസ കൊടുക്കണം. അല്ല, എന്നാലും പൈസ കൊടുക്കണമല്ലോ, ഒരു ചെറിയ എമൗണ്ടിൽ കൊടുക്കണ്ടേ? 1 ലക്ഷം കൊടുക്കാം. ഒന്ന് കൊടുത്താൽ മുതലാവൂ. എന്താ 75 പിടി, 25 നമ്മളെ. ഓക്കെ 75. ഓക്കെ. പ്രചോദേട്ടൻ വേണ്ടേ? അയ്യോ, പുള്ളിനെ പിടിക്കണ്ട. ഞാൻ അടിക്കാൻ വെച്ചാൽ പുള്ളി എടുത്ത് അടിക്കുന്നു. പുള്ളിയോടിക്കൂ. അത് നീ വിട്. അതല്ല, ഞാൻ ബാബു തമ്പി കൂടി അടിക്കാൻ വെച്ചേക്കാ. പുള്ളി അതിന് മുമ്പ് കേറിയത് അടിക്കും. നിനക്ക് മറ്റേത് അടിച്ചൂടെ? ഏത്? FM വർഗീസ്. FM വർഗീസാ? മറ്റേ അടിച്ചതാരാടാ? അത് NF വർഗീസ്. അതടിക്കാം. അപ്പം അവർക്ക് എത്ര കൊടുക്കേണ്ടി വരും പ്രചോദേട്ടന്? ഒന്നുകൂടെ. നീ ഒന്നിക്കിടന്ന് പിടിക്കല്ലേ? 75 പിടി. അപ്പൊ 1.5. 50,000 വാട്ട് സൗണ്ടും ലൈറ്റും LED വേണം. ഓക്കെ, അപ്പൊ 1 കൂട്ട്. അതൊന്നായേ. ബാംഗ്ലൂരിൽ നിന്ന് ഡാൻസ് സ്റ്റേഷൻ നടക്കുന്നു വിത്ത് ആക്രോബാറ്റിക്. 12 പീസ് ഓർക്കസ്ട്ര, 2 സിംഗേഴ്സ്. 3 ലക്ഷം. പിന്നെ നമുക്ക് വേണ്ട പേയ്മെന്റ് നമ്മൾ കൂടിയില്ലല്ലേ? ഇല്ലെന്നേ. നമ്മളൊരു 15 കൂടി 30 2 പേർ കൂടെ എല്ലാവരും കൂടി 4.5. 4 എത്ര രൂപ പരിപാടി പിടിച്ചത്? 3 ലക്ഷം രൂപ. 1.5 ലക്ഷം രൂപ നീ പിന്നെ ഞാൻ കൊടുക്കും. ഞാൻ പിടിച്ച പരിപാടിയല്ലേ, ഞാൻ പലിശക്കെടുത്ത് കൊടുക്കും. എനിക്ക് പരിപാടി ഉണ്ടാവില്ല. നമ്മുടെ സമിതിക്ക് നല്ലൊരു പേര് വേണോളിയാ. പേര് വേണം. നല്ലൊരു സമിതിക്ക് ഒരു പേര് വേണം. സംഭവം വെച്ചാൽ ഈ പുള്ളി ഈ അമ്പലത്തിലൊക്കെ ഭയങ്കര വഴിപാടൊക്കെ നടക്കണ കാരണം മുതലാളിയല്ലേ? അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊരു പേര്, റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേര് വേണം. ഒരു കാര്യം, കിട്ടുക്കൊരു പേരുണ്ട്, ശ്രീ രാജരാജേശ്വരി കോമഡി സംഘം. അറ്റപ്പകടേ ആരെങ്കിലും ഇങ്ങനെ പേരിട്ട് ചോദിക്കണം. വേറൊരു പേര് പറ. കൊച്ചിൻ വേലായുധൻ. അങ്ങനെ ഒരു സമിതി ഉണ്ടല്ലോ അവിടെ. കൊച്ചിൻ കലാഭവൻ. അപ്പൊ ഇതാ ഇത് കൊച്ചിൻ വേലായുധൻ. അടിച്ചടിച്ചിരിക്കുന്നു. പിന്നെ അടിച്ചടിച്ചു കലാഭവനായിട്ട് അടിച്ചടിച്ചു. അവർക്കൊരു വെല്ലുവിളിയായിരിക്കും. അടിപൊളിയായിരിക്കും. ഇനി പരിപാടിക്ക് ഒരു പേര് വേണം. പരിപാടിക്ക് ഒന്ന് ചിരിക്കാം 1 മണിക്കൂർ. അത് കഴിഞ്ഞ ബാക്കി കരച്ചിലായിരിക്കും. കഴിഞ്ഞ വർഷം നമ്മൾ ഈ പരിപാടിക്ക് പേരിട്ട് കരച്ചിലെന്ന് പറഞ്ഞ ആൾക്കാർ തെറി വിളിക്കാൻ വിട്ട് നമ്മളെ ഭാഗ്യം. അടുത്ത് പിടിച്ചോ. മതിയോ മതിയോ? അത് തന്നെ കമ്പറ്റിക്കാരൻ പറഞ്ഞത്. മതിയേ ഇനി വെക്കണ്ട. അതും വേണ്ട, വേറെ അറിയാ നീ ജയന്റെ ഫിഗർ ചെയ്യണല്ലേ? അതെ. അതായത് നിന്റെ ഒരു വലിയ ഫിഗർ ഇങ്ങനെ നിൽക്കും. അടിയിൽ ടൈറ്റിൽ ഇങ്ങനെ 3D ഫോണ്ടില് ചാം ചക്ക ചൂം ചക്ക കോമഡി ചുക്കാച്ച. അങ്ങനെയൊക്കെ പേരിടൂ. എടാ, നിനക്കൊരു ആഗ്രഹം നീ പറഞ്ഞ എന്റെ അടുത്ത് ഓർമ്മേണ്ട. നിനക്ക് ഈ പരിപാടി കളിച്ച് കിട്ടുന്ന പൈസ ഒരു കാർ എടുക്കണമെന്ന്. എന്തുകൊണ്ടാ കിട്ടാത്തെന്ന് അറിയാം. ഇതുപോലത്തെ ചീഞ്ഞ പേരിടണോണ്ടാണ്. നീ വേറൊരു പേര് പറയാൻ കൊണ്ട്. എന്നാ ഇങ്ങോട്ടുമല്ല കിടക്കുന്ന പേര് പറയാം. മുടക്കണ കാശിനെ കിടക്കണ പരിപാടി കിടക്കില്ലെങ്കിലാ കിടക്കണ കിടപ്പ് കണ്ടോ എന്ന് നാട്ടുകാർ പറയും. അതോടെ നീ ഈ ഇത്തവണ കുടിയും ചെയ്യുന്നാരാ? അത് എല്ലാ തവണ ഞാൻ തന്നെ ചെയ്യും. എന്നാ നീ ചെയ്യണ്ട. കഴിഞ്ഞ വർഷം നീ കുടിയും ചെയ്ത് നീ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഒരു പോക്കങ്ങ് പോയി. എന്നിട്ട് നീ എവിടെയാ പോയത്? അമ്പലപ്പുറം മൊത്തം ഞാൻ അന്വേഷിച്ചിരുന്നില്ല. നിന്നെ കണ്ടില്ല. നീ എവിടെ പോയി കിടന്നു? എങ്ങനെ കാണും? ഞാൻ കുടിയന്റെ മാനർസം പഠിച്ചത് എങ്ങനെ ചെന്നപ്പോ ഒരു ഒറിജിനല് കുടിയ വന്നേച്ച് നാളെ സ്കൂളിൽ പോയിട്ട് ചെറുക്കൻ ഇവിടെ കിടന്ന് കറങ്ങുവാണോ ഒക്കത്തെടുത്ത് വെച്ചിട്ട് ഒറ്റ പോണേ. ഈ പുള്ളിയുടെ കെട്ട് വിട്ടപ്പോഴാ എന്നെ വിട്ടേന്ന്. മുതലാളിയുടെ ഫോൺ പറഞ്ഞേട്ടാ. ഹലോ മുതലാളി, ക്യാമ്പ് കുഴപ്പമില്ലാതെ പോണ. സ്ക്രിപ്റ്റ് ഞങ്ങൾ 1-ാം തീയതി ഇവിടെ വന്ന് റൂം എടുത്ത് ഞങ്ങളൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വെള്ള പേപ്പർ എടുത്ത് അമ്മേ നാരായണ എഴുതി വെച്ചു. അടിപൊളി. വൈകുന്നേരമായിട്ടും സ്ക്രിപ്റ്റ് ഒന്നും നീയില്ല. കുഴപ്പമില്ല. പിറ്റേ ദിവസം നമ്മൾ ഇതുപോലെ എഴുതി രാവിലെ കുളിച്ചു, അമ്മേ നാരായണ മാറ്റി ഓം ശാന്തി എഴുതി വെച്ചു. അങ്ങോട്ട് നീങ്ങുന്നില്ല.
3-ാം തീയതി നമ്മൾ ഇതുപോലെ വേറൊരു സാധനം പിടിച്ചു വെച്ചിട്ടുണ്ട്. ആണെങ്കിൽ നമ്മൾ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്യും. എന്റെ ദൈവമേ, ടെൻഷൻ അടിക്കണ്ട, സ്കിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. 2 സ്കിറ്റ് നമ്മൾ പിടിച്ചു വെച്ചിട്ടുണ്ട്. 2 സ്കിറ്റ് കളിക്കാനുള്ള സ്കിറ്റ് ഏതാന്ന് പറ. കളിക്കാനുള്ള സ്കിറ്റ് ഒരു പോലീസ് സ്റ്റേഷനും പിന്നെ ഒരു ഹോസ്പിറ്റലും. അത് പരിപാടി കഴിഞ്ഞ് പോണ സ്ഥലമല്ലേ, ഞാൻ സ്കിറ്റിന്റെ കാര്യമാണ് ചോദിച്ചത്. അല്ല അത് അങ്ങനെയല്ലെന്ന്, വെറൈറ്റി ആയിട്ട് പിടിച്ചു വെച്ചു. ഞാൻ കൊടുക്കാം വെറൈറ്റി സ്കിറ്റിന്റെ. ഹലോ ഹലോ, എന്താ എത്ര ദിവസം ഈ ക്യാമ്പ് തുടങ്ങിയിട്ട് ഇത്? അതെ, ഈ തവണ നമ്മള് പക്ക വെറൈറ്റിയാ. ആണോ? അതായത് നമ്മൾ സ്റ്റേജിൽ കളിക്കുന്നില്ല സ്കിറ്റ്. സ്റ്റേജ് വേണ്ടേ? അല്ല, സ്റ്റേജ് വേണം. നമ്മൾ ഒരു കുടിയൻ വന്നിട്ട് ഓഡിയൻസിന്റെ ഇടയ്ക്ക് ഇറങ്ങിയിട്ട് ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്ത് അടിച്ചു പൊളിക്കും. എടാ 10-25 വർഷമായിട്ട് ഇത് തന്നെയല്ലേ കളിച്ചോണ്ടിരിക്കണത്. ഇതാണോ വെറൈറ്റി? റൂം എടുത്ത് വരുന്നുണ്ട്, എന്റെ അരി സാധനം തീർന്നല്ലാതെ ഒരു രക്ഷയില്ലല്ലോ ഇത്. അല്ല, നമുക്ക് റെഡിയാക്കാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇപ്പൊ നമ്മുടെ ഒരു സ്പോൺസർ അങ്ങോട്ട് വരുന്നുണ്ട്. ആണോ? അപ്പൊ അവരോട് ആ പരിപാടിയുടെ റൂട്ടും കാര്യങ്ങളും നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം. കേട്ടോ? എഴുതിക്കോണേടാ. എഴുതിക്കോളാം. ശരി ശരി. അടിപൊളി. ഓക്കെ.